Hello, good evening everyone. Good evening. അപ്പോൾ എല്ലാ മക്കൾക്കും ഹായ് വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും ചായ എല്ലാം കൂടി സെറ്റ് ആയിട്ടല്ലേ നമ്മുടെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ആണല്ലോ? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞ് പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതുവരെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എഴുതാനും വായിക്കാനൊക്കെ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് അല്ലേ? അപ്പം എന്താ ചെയ്യുക? നല്ല പോലെ തന്നെ വായിക്കണം കേട്ടോ. നല്ല തന്നെ വായിക്കണം, അതുപോലെ തന്നെ എന്താ എഴുതുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പായി വരുന്നത്. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് 5ാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. 5ാമത്തെ യൂണിറ്റ് ചാപ്റ്റർ 1 നോക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെക്കുക. അപ്പൊ അടിപൊളിയായിട്ട് വായിക്കണം കേട്ടോ. നമ്മള് എല്ലാവരും ഒരുമിച്ചാ വായിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? മിസ് പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഓക്കെ ഇട്ടേടാ. ഓക്കെ, തംസ് അപ്പ് ഓക്കെ എന്താ വെച്ചിട്ടോളൂ. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ നമ്മള് പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോ ഇതുവരെ മാർക്ക് കുറഞ്ഞതൊന്നും കുഴപ്പമില്ല. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇനിയുള്ള എക്സാംസ് എല്ലാം എഴുതും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു കോൺഫിഡൻസോട് കൂടി വേണം എൻ്റെ മക്കള് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഓൾ റൈറ്റ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ പുതിയ യൂണിറ്റ് ആണ്. അപ്പൊ ഇക്കായി 5ാമത്തെ യൂണിറ്റ് ആണ്. ബൂന്തോങ്കി ഗീത്. ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളികള്, ഡ്രോപ്സ് ആണ്, തുള്ളികളാണ് കേട്ടോ, ഡ്രോപ്സ് ആണ്. അപ്പോൾ ഗീത് എന്ന് പറഞ്ഞാൽ സോങ് ആണ്, പാട്ടാണ്. ഈ തുള്ളികളുടെ പാട്ട് എപ്പോഴായിരിക്കും വരുക? യെസ്, റെയിൻ, മഴയൊക്കെ പെയ്യുമ്പോഴാണ്. യെസ്, കുറെ സ്ഥലത്ത് വെള്ളം എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് പാട്ടുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ശരി, ഓൾ റൈറ്റ്. അപ്പൊ നമ്മള് ഇക്കായിയുടെ ആ ഒരു കവർ പേജ് നമുക്ക് നോക്കാം. കവർ പേജ് നോക്കിക്കുക എല്ലാവരും. ഓക്കെ, നോക്ക്. എന്താ നമുക്ക് കാണാൻ പറ്റുന്നേ? എന്താ കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ഇട്ടേ. എന്താ കാണാൻ പറ്റുന്നേ? പുഴ കാണാം. ശരി, പുഴ കാണാം. ഓക്കെ, റിവർ കാണാൻ പറ്റുന്നത്. സാധാരണ റിവർ ആണോ? റിവറിനുള്ളിൽ എന്താ ഉള്ളത്? യെസ്, മ്യൂസിക്. യെസ്, മ്യൂസിക് ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ബൂന്തോങ്കി ഗീത്. എന്താ നദി ഒഴുകുന്നത്, അല്ലെങ്കിൽ നദിയെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ പാട്ടാണ്, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും എന്താണ് ലോകത്തെല്ലായിടത്തും എന്താണ് സംഗീതമുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ട്. പുഴയിലായാലും മലയിലായാലും എല്ലായിടത്തും മ്യൂസിക് ഉണ്ട് എന്ന് നമ്മളോട് പറയുകയാണ് ഈ ഒരു യൂണിറ്റിലൂടെ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ പാഠഭാഗത്തിലേക്ക് പോവാം. നമ്മൾ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഏക് ദോ തീൻ. ഏക് ദോ തീൻ. എന്താ ഏക് ദോ തീൻ പറഞ്ഞേ? യെസ്, നമ്പേഴ്സ് ആണ് ഏക് ദോ തീൻ. അപ്പൊ എന്റെ മക്കൾക്ക് എത്ര വരെ അറിയാം എന്ന് കമന്റ് ബോക്സിൽ ഇട്ട് എല്ലാവരും. എനിക്ക് 10 വരെ അറിയാം. ഓക്കെ, 10 വരെ അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? 10 വരെ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ ആവാ. ഏക് ദോ തീൻ എന്താ? 1 2 3. അപ്പൊ ആരോ എണ്ണുകയാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ആരോ എണ്ണുന്നതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ കേട്ടോ. ആരെയാണ് എന്തിനെയാണെന്നെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. മുകേഷ് നൗട്ടിയാൽ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഏക് ദോ തീൻ 1 2 3 എന്ന് പറയുന്ന നമ്മളെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. മേരാ ഘർ സുസ്വാ നദി കെ കിനാരെ ഹെ. എന്റെ വീട്, മേര എന്ന് പറഞ്ഞാൽ എന്റെ ഘർ എന്ന് വെച്ചാൽ എന്താ? വീട് അല്ലെ. എന്റെ വീട് സുസ്വാ നദി കെ, അല്ലെങ്കിൽ സുസ്വാ നദി കെ കിനാരെ ഹെ. സുസ്വ എന്ന പേരുള്ള നദിയുടെ കിനാരെ ഹെ. കിനാര എന്താണ്? തീരത്താണ്. അപ്പൊ മേരാ ഘർ, ഈ കഥയിലുള്ള ആ കുട്ടി ആരാവും അല്ലെ? കുട്ടി ആരും നമുക്കറിയില്ല. നമുക്ക് പിക്ചർ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ അല്ലെ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, പക്ഷെ ഇവിടെ നമ്മൾ പിക്ചർ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ വീട് മേരാ ഘർ സുസ്വ നദി കെ കിനാരെ ഹെ. എന്റെ വീട് സുസ്വ എന്ന് പേരുള്ള നദിയുടെ തീരത്താണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വഹീം ജൽ മുർഗിയോ കാ ഏക് പരിവാർ ഭി രഹതാ ഹൈ. അവിടെ എന്താണ്? വഹീം, അവിടെ. ജലമുർഗിയം. എന്താണ് ഈ ജലമുർഗിയം? നമുക്ക് ജൽ എന്താണെന്ന് അറിയാം. എന്താണ്? വെള്ളമാണ് അല്ലെ, വാട്ടർ ആണ്. യെസ്, വാട്ടർ ആണ്. യെസ്, ഗുഡ് ആണ്. അപ്പൊ എന്താ? വാട്ടർ ആണ്. മുർഗിയാം, കുറെ കിളികളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ മുർഗി? എന്താ മുർഗി? കമന്റ് ബോക്സിൽ അറിയാവുന്നവര് യെസ്. പോരുന്നുണ്ടല്ലോ? യെസ്, കോഴിയാണ് അല്ലെ, ഹെന്നാണ് അല്ലെ. അപ്പൊ എന്താ? മുറുകിയാം. ഇപ്പൊ എന്തോ കോഴി, വെള്ളത്തിലുള്ള കോഴി. അപ്പൊ എന്തായിരിക്കും അത്? യെസ്, അത് തന്നെയാണ്. യെസ്, നമ്മളെ
കുളക്കോഴിയാണ് അല്ലെ. അതെ കുളക്കോഴിയാണ്. നമുക്ക് കുളക്കോഴി നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു കിളിയായിരിക്കും. കുളത്തിലും ഈ തോട്ടിലൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കും. കുഞ്ഞു കൊക്കിന്റെ പോലെ, പക്ഷെ എന്താ കുഞ്ഞു ശരീരമായിരിക്കും അല്ലെ. കുഞ്ഞു ബീക്കൊക്കെ ആയിട്ടുള്ള ഈ ഒരു കിളീനെ നമ്മൾ ജലമുറുകിയാം എന്ന് പറയുന്നേ. ജലമുറുകിയാം. ഓക്കെ, കുളക്കോഴിയാണ് ട്ടോ. അപ്പൊ വഹീം അവിടെ എന്തുണ്ടെന്നാ പറയുന്നേ? ജലമുറുകിയോങ്ക ഏക് പരിവാർ ഭീ രഹതാ ഹൈ. അവിടെ ജലമുറുകിയാം കുളക്കോഴിയുടെ ഒരു ഒന്ന് ഏക്ക് എന്ന് വെച്ചാൽ ഒന്നാണ്. അപ്പൊ എന്താ വൺ. എന്താ ഉള്ളത്? പരിവാർ ഭീ രഹതാ ഹൈ. എന്താ ഉള്ളത്? പരിവാർ കുടുംബം ഉണ്ട്. അപ്പൊ എന്താ നമ്മളെ ഒരു കൂട്ടുകാരൻ അല്ലെ. മേരാ ഘർ സുസ്വാ നദി കെ കിനാരെ ഹേ. എന്റെ വീട് സുസ്വാ നദിയുടെ കിനാരെ അല്ലെങ്കിൽ തീരത്താണ്. അവിടെ വഹീം എന്താ ഉള്ളത്? ജലമുറുകിയോങ്ക ഏക് പരിവാർ ഭീ രഹതാ ഹൈ. അവിടെ എന്താ? ജലമുറുകിയാം കുളക്കോഴികളുടെ ഒരു പരിവാർ, ഒരു കുടുംബവും ഉണ്ട്, താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ താമസിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ നമ്മളെ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു നദിയുടെ തീരത്തുള്ള ഒരു കുട്ടിയുണ്ട്. ആ നദിയുടെ തീരത്ത് അല്ലെങ്കിൽ നദിയില് ഈ കുളിക്കോഴിയുടെ എല്ലാം എന്താണ്? പരിവാർ, കുടുംബമായിട്ട് താമസിക്കുന്നു പറയുവാണ്. നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, ലഡ്കേ കാ ഘർ കഹാം ഹേ. എല്ലാവർക്കും അറിയാം, കമന്റ് ബോക്സിൽ വേഗം ഇട്ടോളൂ. ലഡ്കേ കാ ഘർ കഹാം ഹേ. ലഡ്കയുടെ ഘർ, ഘർ എന്താണ്? വീട്. എവിടെയാണ്? കഹാം എന്ന് പറഞ്ഞാൽ വേർ, എവിടെയാണ്. എവിടെയാണ് ലഡ്കേ കാ ഘർ? എല്ലാവരും കമന്റ് ബോക്സിൽ അടിപൊളിയായിട്ട് വേഗം പോരട്ടെ. ലഡ്കേ കാ ഘർ കഹാം ഹേ. ഏത് നദിയുടെ തീരത്താണ്? യെസ്, നദിക്ക് കിനാരെ. ശരിയാണ്. പക്ഷെ നദി കാ നാം ക്യാ ഹേ? പേരെന്താണ്? പോരട്ടെ. യെസ്, സുസ്വ. സുസ്വ എന്ന പേരുള്ള നദിക്ക് കിനാരെ, സുസ്വ നദിക്ക് കിനാരെയാണ് നമ്മളുടെ ലഡ്കേ കാ ഘർ. അപ്പൊ നോക്കാം, അടുത്ത ചോദ്യം നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. ദാറ്റ്സ് ദ ബെസ്റ്റ് ആൻസർ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. സുസ്വ നദിക്ക് കിനാരെ കിസ് പക്ഷി കാ പരിവാർ രഹതാ ഹൈ. സുസ്വ നദിക്ക് കിനാരെ, സുസ്വ നദിയുടെ തീരത്ത് കിസ് പക്ഷി കാ പരിവാർ രഹതാ ഹൈ. ഏത് പക്ഷിയുടെ പരിവാർ, കുടുംബം അല്ലെങ്കിൽ ഫാമിലിയാണ് താമസിക്കുന്നത്? എല്ലാവർക്കും അറിയാലോ. പോരട്ടെ, വേഗം തന്നെ ഇട്ടോ. യെസ്. സുസ്വ നദിക്ക് കിനാരെ ആരാണുള്ളത്? പൂച്ചക്കുട്ടിയാണോ? പിക്ചറിൽ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ പൂച്ചക്കുട്ടിയാണോ? യെസ്, കിസ് പക്ഷിക്ക്. ഏത് ബേർഡിന്റെ ഫാമിലിയാണ്? ഏത് പക്ഷിയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു പക്ഷിനെ പറ്റി പഠിച്ചത്. ഏതാണ്? പോരട്ടെ. യെസ്, ജലമുർഗിയാം. വെരി ഗുഡ്. ജലമുർഗിയോं का परिवार रहता है. वेरी गुड. ജലമുർഗിയോं की परिवार रहता है. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. അപ്പൊ എന്താണ് ഇത്ര കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ മിസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓക്കെ ആണോ, സെറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം സെറ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. നമുക്ക് വേഗം തന്നെ പാഠത്തിലേക്ക് പോവാം. നോക്കാം. ആജ് സുബ. അപ്പോ സുസ്വാ നദിയുടെ തീരത്ത് ജലമുർഗിയോങ്ക വീടുണ്ട്, അങ്ങനെയാണ്, അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്ന എല്ലാം നമുക്കറിയാം. അപ്പൊ പാഠത്തിലേക്ക് വന്നപ്പോ നോക്കൂ. ആജ് സുബ ജലമുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസായെ. ആജ് സുബ ഇന്ന് രാവിലെ ജലമുർഗിക്ക് അല്ലെങ്കിൽ കുളക്കോഴിയുടെ ചൂസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കുഞ്ഞിനെയാണ് അല്ലെങ്കിൽ കുഞ്ഞിനെയാണ് എന്താ ചൂസെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയെ. ആജ് ഇന്ന് രാവിലെ, ആജ് സുബഹ് ഇന്ന് രാവിലെ ജലമുർഗിക്ക് ചൂസെ മേരെ ഘർ മേ ഗുസ്സായി എന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നു. നമ്മളെ വീട്ടിലായാലും എന്താണ് നമ്മൾ പറയാതെയൊക്കെയാണ് കിളികളെല്ലാം കൂട് കൂട്ടും അല്ലെ. കുഞ്ഞു കുഞ്ഞു കുരുവികളായാലും അല്ലെ, നമ്മളുടെ വീടിന്റെ ഉത്തരത്തിലായാലും അല്ലെങ്കിൽ അണ്ണാർക്കണ്ണനൊക്കെ ആയാലും എന്താണ് നമ്മള് പറയാതെ തന്നെ അവര് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ കഹാനിയിലെ, നമ്മളെ കഥയിലെ ലഡ്കിയുടെ വീട്ടിൽ ആരാ വരുന്നേ? കുളക്കോഴി ജലമുർഗി വരാണ്. ഇപ്പൊ ആരാ വന്നിരിക്കുന്നേ? യെസ്, കുളക്കോഴിയുടെ ചൂസെ അല്ലെങ്കിൽ കുഞ്ഞാ വന്നിരിക്കും. കുളക്കോഴിയുടെ കുഞ്ഞു പക്ഷിയാ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ? ആജ് സുബഹ് ഇന്ന് രാവിലെ ജലമുർഗിക്ക് ചൂസെ മേരെ ഘർ മേ ഘുസായെ കയറി വന്നു. ഘുസാന മത്ലബ് ഘുസ് എന്ന് പറഞ്ഞാൽ കയറി വരിക. അപ്പൊ എന്താ? കയറി വന്നിരിക്കുകയാണ്. ആരാണ്? ജലമുർഗിക്ക് ചൂസെ കയറി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. बाहर दो जलमुर्गियां जोर जोर से चिचिया रही थी. അപ്പൊ എന്താ? ബാഹർ പുറത്ത്, ബഹർ പുറത്ത്, അന്തർ എന്താ? ബാഹർ പുറത്താണെങ്കിൽ അന്തർ എന്തായിരിക്കും? ബഹർ പുറത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. ശരി. അപ്പൊ അന്തർ എന്തായിരിക്കും?
യെസ് അകത്താണ്, യെസ് അകത്താണ്. വെരി ഗുഡ്. അപ്പൊ എന്താ ബാഹർ ദോ ജൽമുർഗിയം. അപ്പൊ നമ്മൾ ഏക്ക് എന്താന്ന് അറിയാം, ഒന്നാണ്. അപ്പൊ ദോ എന്താ മക്കളെ? ദോ എന്താണ്? എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ വേഗം തന്നെ. ദോ എന്താണ്? ദോ എന്താണ്? യെസ് രണ്ടാണ്. വെരി ഗുഡ്. അപ്പൊ ദോ ജൽമുർഗിയം സോർ സോർ സെ ചിച്ചിയാ രഹി ഥി. അപ്പൊ എന്താ ബാഹർ പുറത്ത് രണ്ട് ജൽമുർഗിയം, രണ്ട് എന്താണ് കുളക്കോഴികള് സോർ സോർ സെ അല്ലെങ്കിൽ വളരെ ഉറക്കെ, സോർ സോർ സെ മതലബ് ശക്തമായിട്ട് വളരെ ഉറക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ചിച്ചിയാ രഹീത്തി. ചിച്ചിയാന്ന് വെച്ചാല് കോഴികൾ ഇങ്ങനെ കൂവില്ലേ, അല്ലെങ്കിൽ എന്താ ഒച്ച ഉണ്ടാക്കില്ലേ, ശബ്ദം ഉണ്ടാക്കില്ല, അതാണ് ചിച്ചിയാന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ചിച്ചിയാ രഹീത്തി. അപ്പൊ എന്താ ശബ്ദം ഉണ്ടാക്കുകയായിരുന്നു. ഭീം ഉദ്ദേശിച്ചത് ആയിരുന്നു. അപ്പൊ എന്താ ബാഹർ പുറത്ത് രണ്ട് കുളക്കോഴികൾ എന്താ സോർ സോർ സെ വളരെ ശബ്ദം അല്ലെങ്കിൽ വളരെ ഒച്ചയില് എന്താണ് വളരെ ഇങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിച്ചിയാ രഹീഥി. അപ്പോ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് വേഗം തന്നെ വന്ന് നോക്കും, എന്താ അറിയാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്ന് നോക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ കുട്ടിയും എന്ത് ചെയ്തിട്ടുണ്ടാകാം? എന്തുണ്ടാവാം? യെസ് പുറത്തേക്ക് വന്ന് നോക്കിയിട്ടുണ്ടാവാം. അപ്പൊ എന്താ ബാഹർ ദോ ജൽമുർഗിയം സോർ സോർ സെ ചിച്ചിയാ രഹീഥി. ഓർ ആരും എന്ത് ചെയ്യുന്നുണ്ടാവും? യെസ് കുട്ടി ചിലപ്പോ വന്ന് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. ഈ ചിച്ചിയ അല്ലെങ്കിൽ എന്ത് ഈ ശബ്ദം കേൾക്കുമ്പോ പുറത്ത് വന്ന് നോക്കിയിട്ടുണ്ടാവും. യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവും നോക്കാം കേട്ടോ. മേനെ ദിവാരക്ക് ഓടുമേ ഏക് ബിലൗട്ടാ ദേഖാ. അപ്പൊ ഞാനപ്പോ പുറത്തേക്ക് വന്നപ്പോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ലടുക്കയാണ് കേട്ടോ. ലടുക്കയാണ് കഥ പറയുന്നത്. ഓക്കെ, ലടുക്കയാണ് കഥ പറയുന്നത്. അപ്പൊ മേനെ ഞാൻ എന്ത് ചെയ്തു? ദിവാരക്ക് ഓടുമേ ഏക് ബിലൗട്ടാ ദേഖാ. ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നപ്പോ ദീവാർക്ക് ഓട്. ദീവാർ എന്ന് പറഞ്ഞാല് എന്താ? മതില്. ദിവാർ എന്ന് പറഞ്ഞാല് മതിൽ കേട്ടോ. അപ്പൊ ദിവാർക്ക് ഓട് അല്ലെങ്കിൽ എന്ത് ദിവാറിന്റെ ഓടിൽ അല്ലെങ്കിൽ ആ മറയിൽ എന്ത് കണ്ടു? ഏക് ബിലൗട്ടാ ദേഖ. ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ദിവാർ മതിലിന്റെ പുറകിൽ അല്ലെങ്കിൽ ആ ഒരു മറയില് മറിഞ്ഞിരിക്കുമ്പോ മറയിൽ എന്ത് കണ്ടു? ഏക് ബിലൗട്ടാ ദേഖ. ഒരു പൂച്ചക്കുഞ്ഞിനെ അല്ലെങ്കിൽ എന്താണ് കണ്ടു എന്ന് പറയുകയാണ്. ബിലൗട്ടാക്കോ ദേഖ. ശരി. അപ്പൊ ചോദ്യം ഇതാണ്, ജൽമുർഗിയം കഹാം ഘുസായി. അപ്പൊ ജൽമുർഗിയം എവിടെയാണ് കയറി വന്നത് എന്നാണ് ചോദ്യം. ജൽമുർഗിയം കഹാം ഘുസ് ആയി. എവിടേക്ക് വന്നിട്ടുണ്ടാവുക? യെസ് എവിടെയായിരിക്കും? മേരെ ഘർ. ആരുടെ ഘർ? നമ്മുടെ ഘറാണോ? ലടുക്കെ കാ ഘർ. വെരി ഗുഡ്. ലടുക്കെ കാ ഘറില് ഘുസ് ആയി എന്ന് പറയാണ്. ശരി, ഗുഡ്. അടുത്ത നോക്കിയേ. ദോ ജൽമുർഗിയം ബാഹർ ക്യാ കർ രഹി ഥി. രണ്ട് കുളക്കോഴി കുഞ്ഞുങ്ങള് ബാഹർ പുറത്ത് ക്യാ കർ രഹി ഥി എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങളെല്ലാവരും പറഞ്ഞു എന്ത് ചെയ്യുകയായിരുന്നു? വേഗം തന്നെ കമന്റ് ബോക്സിൽ ഇട്ടേ. എല്ലാവരും വെള്ളമെല്ലാം കുടിക്കണം കേട്ടോ. ഇങ്ങനെ സ്ട്രെസ് അടിച്ചൊന്നും ഇരിക്കണ്ട, വെള്ളമെല്ലാം കൂടി സെറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ദോ ജൽമുർഗിയം ബഹർ ക്യാ കർ രഹി ഥി. എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? യെസ് പോരട്ടെ. യെസ് അമീൻ പറഞ്ഞിട്ടുണ്ട്. ചിച്ചിയാ രഹി ഥി. ചിച്ചിയാ രഹി ഥി. ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ലേഖകനെ ബിലൗട്ട കഹാം ദേഖ. ലേഖകനെ എഴുത്തുകാരൻ ബിലൗട്ട. ബിലൗട്ട എന്താ മക്കളെ? ബിലൗട്ട എന്താ? ബിലൗട്ട കമന്റ് ബോക്സിൽ ഇട്ടെ. ബിലൗട്ട ബില്ലിക്ക ബച്ച ബിലൗട്ട എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ യൂരുവിന്റെ എല്ലാ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ? പൂച്ചക്കുഞ്ഞാണല്ലേ. അപ്പൊ ബിലൗട്ട കഹാം ദേഖ. ലേഖക എഴുത്തുകാരൻ പൂച്ചക്കുഞ്ഞിനെ എവിടെയാണ് കണ്ടത്? എവിടെയാണ് കണ്ടിട്ടുണ്ടാവുക? ദിവാർ. ദിവാറിലാണോ മതിലിലാണോ കണ്ടത്? ദിവാറല്ല. ദിവാർക്ക് യെസ് പോരട്ടെ. യെസ് ദിവാർക്ക് ഓട് എന്നുണ്ടാവും. മതിലിന്റെ പുറകിൽ അല്ലെങ്കിൽ ആ ഒരു മറയിൽ ആരിയ്ക്കാണ്? പൂച്ചക്കുഞ്ഞിന്ന് ഇവരെ എല്ലാം നോക്കി ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതെന്താ ഇതെന്ത് ജീവിയാന്ന് അറിയാതെ ആ പൂച്ചക്കുഞ്ഞിങ്ങനെ നോക്കി നിൽക്കാണ്. ദിവാർക്ക് ഓടുമേം. അതായിരിക്കും ഉത്തരം വരാം. ദിവാർന്ന് മാത്രം എഴുതരുത്. ദിവാർക്ക് ഓടുമേം. ദിവാറിന്റെ ഓടുമേം മറയിലാണ് പൂച്ചക്കുഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ് എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ മിസ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഈ പാഠഭാഗം ഓക്കെ ആണ്. ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ പാഠഭാഗം മനസ്സിലാവുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഹാപ്പി ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. मुझे देखकर बिलौटा भाग गया लेकिन जलमुर्गियां शोर मचाती रही. എന്നെ കണ്ടപ്പോ മുझे देखकर मुझे എന്നെ देखकर കണ്ടപ്പോ ബിലൗട്ട ഭാഗ് ഗയാ. ബിലൗട്ട എന്ത് ചെയ്തു? ഓടി. ബിലൗട്ട
ഓടി ഭാഗയ ഓടി എന്നാ പറയുന്നത്. അപ്പൊ എന്താ പെട്ടെന്നായാലും നമ്മള് പരിചയമില്ലാത്ത ആളെല്ലാം കാണുമ്പോൾ എന്ത് ചെയ്യും? പൂച്ചക്കുഞ്ഞാണെങ്കിൽ പട്ടിക്കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? വേഗം തന്നെ ടെൻഷനായിട്ട് അതിങ്ങനെ ചീറ എന്നൊക്കെ പറയല്ലേ, ചീറാന്നല്ലേ പറയാം. ഇപ്പൊ ഒച്ചുണ്ടാക്കി അല്ലെങ്കിൽ ചീറിയിട്ടെല്ലാം ഇങ്ങനെ ഓടിപ്പോവും. അപ്പൊ എന്താ മുജേ ദേക്കർബി അല്ലെങ്കിൽ ലടുക്കേക്കോ ദേക്കർബി എന്ത് ചെയ്തു? ബിലൗട്ട ദേക്കിക്കർ എന്ന് വെച്ചാൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്തു? ബിലൗട്ട ഭാഗ്യ വിലൗട്ട് എന്ത് ചെയ്തു? ഓടിക്കളഞ്ഞു എന്ന് പറയാണ്. ലേക്കിൻ പക്ഷേ എന്ത് ചെയ്തു? ജൽമുർഗ്യാം ഷോർ മചാത്തി രഹി. ജൽമുർഗ്യാം എന്ത് ചെയ്തു? ഷോർ മചാത്തി രഹി, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. മചാത്തി രഹി മത്ലബ് എന്താ? ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോ ആൾക്കൊരു കൺഫ്യൂഷൻ ആയി, ഇതെന്താ പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയല്ലോ. എന്നിട്ടും ചിലപ്പോ പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ടായിരിക്കും ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടാവാന്ന് വിചാരിക്കാം. പക്ഷെ പൂച്ചക്കുഞ്ഞ് ഇപ്പൊ എന്ത് ചെയ്തു? ഓടിപ്പോയി. നമ്മുടെ കുളക്കോഴികൾ എന്ത് ചെയ്യുമായിരുന്നു? ഷോർ മചാത്തി രഹി, ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. 2 കുളക്കോഴികളാണ്ടോ. അപ്പൊ നമുക്ക് എന്ത് കരുതാം? ചിലപ്പോ അച്ഛൻ കുളക്കോഴി അമ്മ കുളക്കോഴിയൊക്കെ ആയിരിക്കാം. നോക്കാം അല്ലെ. അപ്പൊ എന്താ? ലേക്കിൻ ജൽമുർഗ്യാം ഷോർ മചാത്തി രഹി, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ നോക്കാം. അപ്പോ ഇവന് മനസ്സിലായി, കുഞ്ഞിന് മനസ്സിലായി അകത്തെന്തോ ഉണ്ട്. അതുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിക്കൊണ്ട് ജൽമുർഗ്യാം ഷോർ മചാത്തി രഹി. അതായിരിക്കും കാരണം, ഒച്ച ഉണ്ടാക്കാൻ കാരണം എന്തായിരിക്കും? അകത്തെന്തോ ഉണ്ടെന്നൊരു തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്താ? ലടുക്കയിലേക്ക് ആക്കിയ ലടുക്ക എന്ത് ചെയ്തു മക്കളെ? എന്ത് ചെയ്തു ലടുക്ക? ഇപ്പൊ ലടുക്ക എവിടെയാണ്? പുറത്താണോ അകത്താണോ? പുറത്താണോ അകത്താണോ? പോരട്ടെ. യെസ്, അകത്തേക്ക് വന്നു. ഭീതർ എന്ന് പറഞ്ഞാൽ അകത്ത്. മേനെ ഭീതർ ജാക്കർ ദേഖ, ഞാൻ എന്താ അകത്തേക്ക് വന്നു അല്ലെങ്കിൽ അകത്തേക്ക് പോയി നോക്കി. ജാക്കർ ദേഖ, പോയി നോക്കുക. ഭീതർ അകത്ത്, ബാഹർ പുറത്ത്. ഭീതർ അകത്ത്, ബാഹർ പുറത്ത്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ എന്താ? മേനെ ഭീതർ ജാക്കർ ദേഖ, ഞാൻ എന്താ അകത്തേക്ക് പോയി നോക്കി. എന്താ കണ്ടിട്ടുണ്ടാവുക? ഏക് ചൂസ ഫർഷ് പർ താ, ദൂസര സോഫയ്ക്ക് നീച്ചെ. അപ്പൊ എന്താ? ഏക് ചൂസ, ഒരു ചൂസ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞു കിളി അല്ലെങ്കിൽ കുഞ്ഞു പക്ഷി അല്ലെങ്കിൽ കുഞ്ഞിക്കോഴി, ഒരു ചെറിയ കുഞ്ഞ് അല്ലെങ്കിൽ എന്താ നമ്മുടെ കുളക്കോഴിയുടെ കുഞ്ഞ് എന്ത് ചെയ്തു? ഫർഷ് പർ താ. ഫർഷ് എന്താണ്? ഫർഷ് എന്താ? നീലത്തുണ്ടായിരുന്നു. ഒരു കുളക്കോഴി കുഞ്ഞ് എന്താ? നീലത്തുണ്ടായിരുന്നു. ഫർഷ് പർ താ, ദൂസര സോഫയ്ക്ക് നീച്ചെ. ഒന്നെന്താ എവിടെയായിരുന്നു? യെസ്, സോഫയ്ക്ക് നീച്ചെ, സോഫയുടെ താഴെ ഉണ്ടായിരുന്നു. ഒരാള് ഫർഷിലുണ്ട്, ഒരാള് സോഫയുടെ താഴെ ഉണ്ടെന്നാണ് കണ്ടത്. അപ്പൊ മനസ്സിലായി എന്തായിരിക്കും? പുറത്തുള്ളത് ആരായിരിക്കും? 2 പേരായിരിക്കും. യെസ്, ആരായിരിക്കും? പാരന്റ്സ് ആയിരിക്കും. യെസ്, പാരന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കി പുറത്തുനിന്ന് ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പുറത്തേക്ക് വരുമോ, അകത്ത് നിൽക്കണ്ടെന്നെല്ലാം പറഞ്ഞ് ഒച്ചുണ്ടാക്കുന്നതായിരിക്കും അല്ലെ. ഓക്കെ. അപ്പൊ മിനി ഭീതർ ജാക്കർ ദേഖ, ഞാൻ അകത്തേക്ക് പോയി നോക്കിയപ്പോ എന്താ കണ്ടത്? ഏക് ചൂസ ഫർഷ് പർ താ. ഫർഷ് മത്ലബ് നിലത്ത് അല്ലെങ്കിൽ നമ്മുടെ നിലം അല്ലെങ്കിൽ ടൈലില്, അതൊന്നും ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എന്താ? ഏക് ചൂസ ഫർഷ് പർ താ, ഒരു ചൂസ എവിടെയായിരുന്നു? ഫർഷ് പർ താ, നിലത്തായിരുന്നു. ദൂസര സോഫയ്ക്ക് നീച്ചെ, രണ്ടാമത്തെ എവിടെയായിരുന്നു? സോഫയ്ക്ക് നീച്ചെ, സോഫയുടെ നീച്ചെ. നീച്ചെ എന്താ? താഴെ. നീച്ചെ താഴെ കേട്ടോ. നീച്ചെ താഴെ എന്നാണ് അർത്ഥം വരാം. സോഫയ്ക്ക് നീച്ചെ, ഒന്ന് നിലത്തും ഒന്ന് സോഫയുടെ താഴെയും കണ്ടു. അപ്പോ നമ്മുടെ ലടുക്കയ്ക്ക് കാര്യം മനസ്സിലായി. ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് കാര്യം മനസ്സിലായി. നോക്ക്. യെസ്, മേനെ ഉനക്കെ മാ ബാപ് के हवाले कर दिया पर जलमुर्गियां शोर मचाती रही. മേനെ, ഞാൻ എന്ത് ചെയ്തു? ഉൻഹേം, അവരെ അല്ലെങ്കിൽ അവറ്റുകളെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താ? മേനെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ലടുക്കയാണ് കേട്ടോ. ലടുക്ക എന്ത് ചെയ്തു? ഉൻഹേം, ഉനക്കെ, അവരെ, അവരുടെ. ഉനക്കെ അവരുടെ. മേനെ ഉൻഹേം ഉനക്കെ മാ ബാപ്പ് കെ. അപ്പൊ നമ്മുടെ സംശയം കറക്റ്റ് ആയല്ലേ? മാ ബാപ്പ് തന്നെയാണ് അല്ലെ. ആ 2 പേര് പുറത്തു വന്നു, 2 കുളക്കോഴികൾ പുറത്തു വന്ന് ഷോർ മച്ചാത്തി രഹി, ഒച്ച ഉണ്ടായിക്കൊണ്ടിരുന്ന ആരായിരുന്നു? മാ ബാപ്പ് തന്നെയാണ്. സെറ്റ് ആണല്ലോ. യെസ്. അപ്പൊ എന്താ? മേനെ ഉൻഹേം ഉനക്കെ മാ ബാപ്പ് കെ ഹവാലെ കർ ദിയ, അവരുടെ അച്ഛന്റെ അമ്മയുടെ ഹവാലെ എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക, ഏൽപ്പിച്ചു. ആ 2 അല്ലെങ്കിൽ എന്താ കിളിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അച്ഛന്റെ അമ്മയുടെയും അടുത്ത് ഏൽപ്പിച്ചു. പക്ഷേ ജൽമുർഗ്യാം ഷോർ മച്ചാത്തി രഹി, എന്നിട്ടും ആ 2 ജൽമുർഗ്യാം പുറത്ത് വന്ന് ഒച്ചെടുത്ത 2 ജൽമുർഗ്യാം എന്ത് ചെയ്തു? ഷോർ മച്ചാത്തി രഹി. അതെന്താ അങ്ങനെ? അതെന്തായിരിക്കും അങ്ങനെ? അറിയില്ല അല്ലെ.
എന്തായിരിക്കും? എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? കമന്റ് ബോക്സിൽ നിന്നിട്ടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എന്നിട്ടും എന്താണ് ഈ എന്താ ചെറിയ ചെറിയ കുഞ്ഞിക്കിളികളെല്ലാം എന്താ പുറത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും എന്താണ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്നിട്ടും ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെന്തായിരിക്കും? ഇനി ഉണ്ടാവോ? ഇനിയും ഉണ്ടാകും. ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? ഇനിയും ഉണ്ടാകും അല്ലെ? ഓക്കെ, നോക്കാം. അപ്പൊ നമ്മൾ ചോദ്യം നോക്കിക്കേ. ബിലൗട്ട ക്യോ ഭാഗ? ബിലൗട്ട എന്തിനാണ് ഓടിയത്? ബിലൗട്ട എന്തിനാ ഓടിയത്? ആരെ കണ്ടായി ഓടിയത്? എന്തിനായിക്കും ഓടിയത്? ലഡ്കെ കോ ദേക്കർ. വെരി ഗുഡ്, വെരി ഗുഡ്. ലഡ്കെ കോ ദേക്കർ, ലഡ്കെ കോ ദേക്കർ അല്ലെങ്കിൽ നമ്മുടെ എന്താ ജൽമുറിയോ കോ ദേക്കർ, രണ്ടും കറക്റ്റാണ്. ലഡ്കെ കോ ദേക്കർ. ഓക്കെ, ഗുഡ്. ശരി, അടുത്ത ചോദ്യം നോക്കിയേ. കോൻ ഷോർ മചാത്തി രഹി? ആരാണ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നത്? കോൻ ഷോർ മചാത്തി രഹി. ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ പാഠം സെറ്റ് ആണെന്നാണ്. അപ്പൊ ആരാണ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നത്? എല്ലാരും പറഞ്ഞേടാ, എല്ലാരും പറഞ്ഞേ. യെസ് 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 ജൽമുർഗിയം. ദോ ജൽമുർഗിയം, ദോ ജൽമുർഗിയം. യെസ്, രണ്ട് കുളക്കോഴികളാണ് ഒച്ച ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് പറയാണ്. ഓക്കെ ഓക്കെ. ചൂസേ കഹാം കഹാം ഥേ? ചൂസേ എന്താ? ഓക്കെ, ചൂസേ എന്താ? ചോദ്യം അവിടെ നിൽക്കട്ടെ. ചൂസേ എന്താന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. മിസ് അത് നോക്കട്ടെ. ചൂസേ എന്താന്ന് എല്ലാവരും പറഞ്ഞേ. യെസ്, ചൂസേ എന്താണ്? കോഴിയാണോ? അല്ല, കുഞ്ഞിക്കോഴികളാണ്, കുഞ്ഞിക്കിളികളാണ് ചൂസേ. കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളാണ് ചൂസേ. അപ്പൊ എന്താ? കോഴിക്കുഞ്ഞുങ്ങള് കഹാം കഹാം തേ എവിടെയെല്ലാമായിരുന്നു? എവിടെയെല്ലാമായിരുന്നു? രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ എവിടെയെല്ലാമായിരുന്നു എന്നാ ചോദ്യം. അപ്പൊ ഒരാൾ എവിടെയായിരുന്നു? സോഫ എന്ന് വരുന്നുണ്ട്. സോഫയുടെ താഴെ, സോഫയൊക്കെ നീച്ചെ, അത് കറക്റ്റാ. ഒരാള് സോഫയൊക്കെ നീച്ചെ. ശരി, സോഫയൊക്കെ നീച്ചെ. ഒന്ന് അവിടെയായിരുന്നു. രണ്ടാമത്തെ ആൾ എവിടെയായിരുന്നു? പോരട്ടെ. യെസ്, ഫർഷ്. യെസ്, ഫർഷ് പർത്ത. ഒരാള് ഫർഷ് പറല്, ഒരാള് സോഫയ്ക്ക് നീച്ചയുമായിരുന്നു. ശരിയാണ്. യെസ്, ഗുഡ് ആണ്. എന്നിട്ടും അച്ഛനും അല്ലെങ്കിൽ എന്താണ് അമ്മയും അല്ലെങ്കിൽ അമ്മക്കിളിയും അച്ഛൻകിളിയും എല്ലാം ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? നോക്കാം അല്ലെ. ലഡ്കേനെ ചൂസേക്കോ ക്യാ കിയ? എന്നിട്ട് ഈ കണ്ടുകിട്ടിയ രണ്ട് കിളിക്കുഞ്ഞുങ്ങളെ ലഡ്ക എന്ത് ചെയ്തു? ചൂസേക്കോ ക്യാ കിയ? എന്താ ചെയ്തത്? കൊണ്ടുപോയി കറി വെച്ച് കഴിച്ചോ? എന്ത് ചെയ്തു? ഇല്ല. അപ്പൊ എന്താ? മാ ബാപ്പ്. യെസ്, അച്ഛൻ അമ്മ കൊടുത്തു അല്ലെ. മാ ബാപ്പ് കെ സാത്ത്, മാ ബാപ്പ് എന്താണ്? മാ ബാപ്കോ ഹവാലെ കർദിയ, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും കയ്യില് കൊടുത്തു, അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചു എന്ന് പറയാണ്. ഹവാല കർണ, ഏൽപ്പിച്ചു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പാഠഭാഗം നോക്കാം അല്ലെ. അങ്ങനെ എന്താ കാര്യം ഒന്നും അറിഞ്ഞില്ല, ഇപ്പോഴും ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നോക്കിയേ. ഏക്ക് മച്ചർ ഭിൻ ബിനാ രഹാ താ. അപ്പൊ എന്താ? അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ഒരു മച്ചർ എന്ന് വെച്ചാൽ കൊതുക്, മൊസ്കിറ്റോ കേട്ടോ. ഒരു കൊതുക് എന്താ? ബിൻ ബിനാ രഹാ താ. ഒരു കൊതുക് എന്താ? ബിൻ ബിനാ രഹാ താ, മൂളുകയായിരുന്നു. ഉസേ ബഗാനെ കേലിയെ മെനെ താലി പീഠി. ഉസേ ബഗാനെ കേലിയെ, അതിനെ ബഗാനെ കേലിയെ ഓടിക്കാൻ വേണ്ടി. ബഗാനെ ഓടിക്കാൻ വേണ്ടി. ബഗാനെ കേലിയെ ഓടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മെനെ താലി പീട്ടി, ഞാൻ എന്ത് ചെയ്തു? കൈയടിച്ചു. നമ്മൾ കൊതുകിനെ അടിക്കില്ല, ഇങ്ങനെ അടിച്ചു കൊള്ളില്ല. അതുപോലെ എന്താ? കുട്ടി എന്ത് ചെയ്തു? ഏതോ ഒരു മച്ചർ ഇങ്ങനെ ബിൻബിനാരഹ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാലോ, മൂളും അല്ലെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ബിൻബിനാരഹ. അപ്പോ ഉസേ അതിനെ ബഗാനേക്കിൽ, അതിനെ ഓടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? മേനെ ഞാന്, അതായത് നമ്മുടെ ലഡ്ക എന്ത് ചെയ്തു? താലി പീട്ടി, കൈ അടിച്ചു, അല്ലെങ്കിൽ കൈയോണ്ട് ഇങ്ങനെ കൊട്ടി എന്ന് പറയുകയാണ്. അപ്പോ നമ്മൾ കൊതുകിനെ കൊല്ലുന്ന പോലെ തന്നെ കൊട്ടി അല്ലെ. ചിലര് മോസ്കിറ്റോ ബാറ്റൊക്കെ വെച്ച് അടിക്കുക അല്ലെ. അപ്പൊ ഇവിടെ എന്താ? കുട്ടിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എന്താക്കി? ആള് കൈകൊണ്ട് അങ്ങോട്ട് അടിച്ച് ഇതാക്കി. ഓക്കെ, അപ്പൊ നോക്കാം. आवाज सुनकर पलंग के नीचे छुपा चूजा तेजी से बाहर भागा. അപ്പൊ എന്താ? ഈ കൈ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോ ആര് വന്നു? നമ്മുടെ ചൂസ, കോഴിക്കുഞ്ഞ് തേസീസെ വേഗം തന്നെ ബാഹർ ഭാഗ പുറത്തേക്ക് ഓടി വന്നു എന്ന് പറയാണ്. അപ്പൊ നോക്ക്. ആവാസ് സുനിക്കർ, ആവാസ് ശബ്ദം കേട്ടുകൊണ്ട്, ആവാസ് സുനിക്കർ ശബ്ദം കേട്ടുകൊണ്ട്, പലങ്ക് കെ നീച്ചെ, പലങ്ക് എന്താണ്? നമ്മുടെ ബെഡാണ് കേട്ടോ. പലങ്ക് എന്ന് പറഞ്ഞാൽ ബെഡാണ് കേട്ടോ. അപ്പൊ ബെഡിന്റെ നീച്ചെ എന്താണ്? എല്ലാവരും പറഞ്ഞാൽ നീച്ചെ എന്താണ്? നീച്ചെ? യെസ്, താഴെയാണ് അല്ലെ. അപ്പൊ എന്താ? പലങ്ക് കെ നീച്ചെ ചുപ്പ, ഒളിച്ചിരുന്ന. ചുപ്പ മത്ലബ് ഒളിച്ചിരുന്ന ചൂസ, കോഴിക്കുഞ്ഞ് എന്ത് ചെയ്തു? തേസീസെ വേഗം തന്നെ ബാഹർ ഭാഗ പുറത്തേക്ക് ഓടി വന്നു എന്ന് പറയുവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലെ നമ്മുടെ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുളക്കോഴികളെ ഒച്ചുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ. അറിയില്ല അല്ലെ. അപ്പൊ അത് തന്നെയായിരിക്കും അല്ലെ. അത് തന്നെയാണ്. യെസ്.
നോക്കാം. പർ ജൽ മുർഗ്യം ഠടി രഹി. എന്നിട്ടും ഈ രണ്ട് എന്താണ് കുളക്കോഴി കുഞ്ഞുങ്ങളും പുറത്തേക്ക് ഈ കൈയടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയിട്ടും അപ്പോഴെന്താ ജൽമുർഗ്യം, ആ രണ്ട് ജൽമുർഗ്യം എന്ത് ചെയ്തു? ഠടി രഹി, അവിടെ തന്നെ നിന്നു. അല്ലെങ്കിൽ എന്താ പോയില്ല എന്ന് പറയാം, അവിടെ തന്നെ നിന്നു. അച്ഛനും അല്ലെങ്കിൽ എന്താ അമ്മയും അല്ലെങ്കിൽ അമ്മക്കിളിയും അച്ഛൻ കിളിയും എന്താണ് എന്താ മക്കളെ കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്താക്കില്ല, പോയില്ല. അപ്പോഴും നമുക്ക് എന്താ മനസ്സിലാക്കാം? ആരോ ഉണ്ട്, എന്തോ ഉണ്ട്. നോക്കാം. മേനെ ഹർ ജഗ ഗോജ. അച്ഛനും അമ്മയും പോവാത്തോണ്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? മേനെ, ഞാന് എന്താ ഹർ ജഗ അല്ലെങ്കിൽ എല്ലായിടത്തും, ഘോജ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു എന്ന് പറയാണ്. നമ്മുടെ ഈ കുട്ടിക്ക് സങ്കടം തോന്നി, അച്ഛനും അമ്മയും ഇങ്ങനെ പോകുന്നില്ല, കാത്തു നിൽക്കുന്നു. അപ്പൊ എന്തോ ഉണ്ട്, ആരോ അല്ലെങ്കിൽ ഏതോ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ട് എന്ന് ആൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? പർ ജൽമുർഗ്യം ഠടി രഹി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉറച്ചു നിന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? മേനെ ഹർ ജഗ ഘോജ, ഞാന് എല്ലായിടത്തും ഇങ്ങനെ തിരഞ്ഞു, അല്ലെങ്കിൽ ഘോജ മതലബ് അന്വേഷിക്കുക, തിരയുക. അപ്പൊ എന്താ? ബാത്റൂം മേ ദോ ചൂസേ പാനി മേ ഖേൽ രഹി തെ. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോഴാണ് എന്ത് കണ്ടത്? ബാത്റൂം മേ ദോ ചൂസേ പാനി മേ ഖേൽ രഹി തെ. അപ്പൊ എന്ത് ചെയ്യായിരുന്നു? ബാത്റൂമില് ദോ ചൂസേ, രണ്ട് കിളിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങള് പാനി എന്താ? പാനി എന്താ? എല്ലാവരും പറഞ്ഞു പാനി, എല്ലാവർക്കും അറിയാം പാനി എന്താണെന്ന്. പാനി എന്താ മക്കളെ? എന്താണ് പാനി? മിസ്സേ പാനി കുടിക്കും. ഞാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട്. ശരി, ഓക്കെ. പാനി എന്താ? വെള്ളം അല്ലെ, വെള്ളമാണ് അല്ലെ. ഇപ്പൊ എന്താ? വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? മേഘേൽ രഹേത്തെ, എന്താ? കളിക്കുകയായിരുന്നു എന്ന് പറയാണ്. വെള്ളത്തിൽ കളിക്കുക. പിക്ചറിൽ കാണുന്ന പോലെ അവരെന്ത് ചെയ്യായിരുന്നു? അച്ഛനമ്മയോടെ കഷ്ടപ്പെട്ട് പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ രണ്ടാൾക്കാർ എന്താ? ഇവരെല്ലാരും പുറത്തേക്ക് പോയിട്ടും ഈ രണ്ടാൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി അന്വേഷിച്ചപ്പോ എന്താ? ബാത്റൂമിൽ ദോ ചൂസേ പാനിമേ ഖേൽ രഹേത്തെ. ബാത്റൂമിൽ രണ്ട് കോഴിക്കുഞ്ഞുങ്ങള് എന്താ? വെള്ളത്തിൽ കളിക്കുകയായിരുന്നു എന്ന് പറയുവാണ്. അപ്പൊ നോക്കാം. മേനെ ഉൻഹെ പക്കട ഓർ ബരാമദേ മേ ചോട് ദിയ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ എന്താ? മേനെ, ഞാന്, ഉൻഹേം അവരെ, ഉൻഹേം എന്താണ്? അവരെ, ഞാന് അവരെ പക്കട പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഓർ എന്ന് വെച്ചാൽ ആൻഡ് ആണ് കേട്ടോ, ആൻഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ബരാമദേ മേ ചോട് ദിയ. ബരാമദേ എന്ന് പറഞ്ഞാൽ വരാന്ത കേട്ടോ, വരാന്തയില് ചോട് ദിയ, അവരെ വിട്ടു. അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു, വിട്ടു, അവിടെ അവരെ വിട്ടു. അപ്പൊ അങ്ങനെയാണ് എന്താണ് നമ്മളെ എന്താണ് ഈ ഒരു സെക്ഷൻ കഴിയുന്നത്. അപ്പൊ നോക്ക്, ചോദ്യം നോക്കിയാൽ അപ്പൊ ഈ ചോദ്യങ്ങൾ സെറ്റ് ആണെങ്കിൽ എന്താണെന്ന് അർത്ഥം? യെസ്, നിങ്ങൾക്ക് പാഠഭാഗം ഓക്കെ ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചോദ്യം നോക്കിക്കേടാ. ലഡ്കേനെ താലി ക്യോം പീട്ടി. ലഡ്ക താലി ക്യോം പീട്ടി. എന്തുകൊണ്ട് ലഡ്ക കൈയടിച്ചു? എന്തുകൊണ്ടാണ്? എല്ലാവരും പറഞ്ഞാടാ, എന്തുകൊണ്ട് ക്യോം? ഞാൻ ചോദിക്കണം, എന്തുകൊണ്ട്? പറഞ്ഞെല്ലാരും. മച്ചർ അല്ലെങ്കിൽ നമ്മുടെ എന്താ കൊതുകിനെ എന്താ ഒരു കൊതുക് ഇങ്ങനെ ബിൻബിനാരഹീതി. അപ്പൊ എന്താ? അതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണ്, കൊല്ലാൻ വേണ്ടിയിട്ടാണ്, എന്താ ഓടിക്കാൻ ബഗാനേക്കില്ലേ, ഓടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? താലി പീട്ടി. യെസ്, വെരി ഗുഡ്. അപ്പൊ എന്താ? മൊസ്കിറ്റോ വന്നോണ്ട്, മച്ചർ വന്നത് കൊണ്ട്, മച്ചർക്കോ ബഗാനേക്കിലി. അതാണ് ആൻസർ പോലെ, മച്ചർക്കോ ബഗാനേക്കിൽ. നിങ്ങളെല്ലാം പറയുന്നുണ്ട്, അപ്പൊ സെറ്റ് ആണെന്നാണ് അർത്ഥം അല്ലേ? ഓക്കെ. നോക്കാം. ബാത്റൂമേ ദോ ചൂസേ ക്യാ കർ രഹേ തെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ബാത്റൂമില് രണ്ട് ചൂസേ എന്ത് ചെയ്യുകയായിരുന്നു? കുളിക്കായിരുന്നു. ഇല്ല, പോടാ, അല്ല. യെസ്, ബാത്റൂമേ ദോ ചൂസേ ക്യാ കർ രഹേ തെ. എന്ത് ചെയ്യുകയായിരുന്നു? യെസ്, കളിക്കുകയായിരുന്നു. ഖേൽ രഹേ തെ. യെസ്, കറക്റ്റ് ആണ് ട്ടോ, ഖേൽ രഹേ തെ. യെസ്, അപ്പൊ എന്താ? അവര് കളിക്കുകയായിരുന്നു എന്ന് പറയുവാണ്. ശരി, ഓക്കെ. അപ്പൊ നോക്ക്. ജൽമുർഗ്യോം നെ ഏക് നസർ അപ്നെ ചൂസേ കോ ദേഖാ. അപ്പൊ എന്താ? അപ്പൊ എന്ത് ചെയ്തു? ജൽമുർഗ്യ എന്ത് ചെയ്തു? ഏക് നസർ, ഒരു കണ്ണ്, ചൂസേ കോ ദേഖാ. അപ്പൊ ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ എന്താണ്? ഒരു വശത്ത് അല്ലെങ്കിൽ ഒരു സൈഡ് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? ചൂസേനെ നോക്കി. ഫിർ നദി കെ തരഫ് ദോഡ് പടി. എന്നിട്ട് എന്ത് ചെയ്തു? നോക്കിയിട്ട് എന്ത് ചെയ്തു? ഫിർ എന്നിട്ട് നദി കെ തരഫ്, നദിയുടെ ദിശയിലേക്ക്, ദിശയിലേക്ക് അല്ലെങ്കിൽ ആ ഇടത്തേക്ക് എന്താ? ദൗഡ് പടി, ഓടി. എന്നിട്ട് എന്താ? ചൂസേനെ എല്ലാവരും ആയി എന്നുള്ള ഉറപ്പാക്കിയപ്പോ നമ്മുടെ അവിടെ തന്നെ ഉറച്ചു നിന്ന അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജൽമുർഗ്യം എന്ത് ചെയ്തു? നദിക്ക് തരഫ് ദൗഡ് പടി, എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയി എന്ന് പറയുവാണ്. നോക്കാം. പാഞ്ചോം ചൂസേ ബി ഉനിക്കെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ തെ. അപ്പൊ എന്താ? പാഞ്ചോം എന്താണ്?
5 കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്താ കുളക്കോഴിക്കുഞ്ഞുങ്ങളും ഉനിക്കെ പീച്ചെ അവരുടെ എന്താ പുറകെ പീച്ചെ പുറകെ അല്ലെ പിന്നാലെ എന്തായിരുന്നു ചലേ ജാ രഹേ ഥേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ് ദിൻ ആ ദിവസം, ഉസ് ദിൻ എന്താണ് ആ ദിവസം, മേനെ ജാനാക്കി ഞാൻ അറിഞ്ഞു, മേനെ ജാനാക്കി ഞാൻ അറിഞ്ഞു, എന്താ അറിഞ്ഞത്? कि जल मुर्गियों को भी गिनती आती है. എന്താ വെച്ചാൽ എന്താ ജലമുർഗിയും കുളക്കോഴികൾക്കും എന്താണ് ഗിൻതി ആത്തി ഹെ. ഗിൻതി വെച്ചാൽ എണ്ണുക, കൗണ്ടിങ് ആണ്. എണ്ണല് അറിയാമെന്ന് ആര് മനസ്സിലാക്കി? ആ കുട്ടി മനസ്സിലാക്കി. അതെന്താണ്? ഒരാളെ ഇങ്ങോട്ട് നോക്കിയിട്ട് എന്താ ഇങ്ങോട്ട് നോക്കും അല്ലെ. അപ്പൊ എന്താ കുളക്കോഴി നോക്കും, നദിയിലേക്ക് നോക്കും. അപ്പൊ എന്താ ഇങ്ങനെ എണ്ണുന്ന പോലെ, അതായത് എന്താ അതെന്ന പോലെ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം. അപ്പൊ എന്താ അവന് മനസ്സിലായി. ആ ദിവസം എന്താ മനസ്സിലായത്? ഉസ് ദിൻ മേനെ ജാന ഞാൻ മനസ്സിലാക്കി ആ ദിവസം എന്താണ് ജലമുർഗിയോ കോബി എന്താ കുളക്കോഴികൾക്കും ഗിനത്തി ആത്തി ഹെ എന്താണ് കൗണ്ടിങ് അറിയാം എന്ന് ആ കുട്ടി മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പാഠഭാഗം തുടങ്ങിയപ്പോ പറഞ്ഞല്ലേ ഏക് ദോ തീൻ. അപ്പൊ ആരോ എണ്ണുകയാണ്. അപ്പൊ ആരാണ് നമ്മളെ കഹാനിയിൽ ഇപ്പൊ എണ്ണിയത്? ആരായിരിക്കും? എല്ലാരും ഒന്ന് പറഞ്ഞടാ. യെസ്, തെറ്റാണ്. യെസ്, നമ്മുടെ ജലമുർഗിയാമാണ്. അപ്പോ ജലമുർഗിയാമാണ് ഈ ചാപ്റ്ററിൽ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലെ. അപ്പൊ എന്താ എണ്ണല് ആർക്കും അറിയാവുന്ന കുട്ടി മനസ്സിലാക്കി ജലമുർഗിയോ കോബി ആത്തി ഹേ. കണ്ടോ? അതേ പിക്ചറിൽ കാണുന്നില്ലേ? അപ്പൊ എന്താ നമ്മുടെ എല്ലാവരും അങ്ങോട്ട് ഓടി പോവാണ് അല്ലെ. അപ്പൊ എന്താ 5 കോഴിക്കുഞ്ഞുങ്ങളും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഓടി പോവുകയാണ്. അങ്ങനെയാണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. അപ്പോ ഗിനത്തി അല്ലെങ്കിൽ ഏക് ദോ തീൻ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ എന്താ മിസ് പറയുന്ന പോലെ തന്നെ എന്താ നല്ല പോലെ വായിക്കുക. ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക? വായിക്കുക, നല്ല പോലെ എഴുതുക. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഗിനത്തി നമ്പേഴ്സ് പഠിക്കാം. ഓക്കെ, നമ്പേഴ്സ് പഠിക്കാം. നിങ്ങൾക്ക് നമ്പേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് വായിക്കുക, അടിപൊളിയായിട്ട് എഴുതുക, നല്ല പോലെ മെയിൻ എക്സാം എല്ലാം എഴുതുക കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞ ആരും ടെൻഷൻ ആവണ്ട. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എഴുതും. ഉറപ്പല്ലേ? സെറ്റ് അല്ലേ? യെസ്, സെറ്റ് ആണ്. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.